നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു 30 ചോദ്യങ്ങൾ 31 ചോദ്യങ്ങൾ GK പോർഷനിൽ നിന്ന് നോക്കുകയാണ്. ഇത് 2024 നടന്ന ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു മേഖലയൊക്കെ കണ്ടിട്ട് പോകുക, ഈ ഒരു മേഖലയൊക്കെ നോക്കിയിട്ട് പോകുക ഡിഗ്രിക്കാര്. ക്വസ്റ്റ്യൻ നമ്പർ 1, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. യൂറോപ്യന്മാരുടെ വരവാണ്, കൃത്യമായിട്ട് പഠിക്കുക. പ്രത്യേകിച്ച് പോർച്ചുഗീസുകാരെ പറ്റിയിട്ടും ഡച്ചുകാരെ പറ്റിയിട്ടും നന്നായിട്ട് വായിച്ചിട്ട് പോവുക. 1, കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. 2, 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. 3, ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിനു വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് കാർട്ടസ്. എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇത് രണ്ടും ശരിയായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. കാർട്ടസ് വ്യവസ്ഥ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരല്ല, പോർച്ചുഗീസുകാര് സമുദ്രത്തിൽ നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് കാർട്ടസ് സിസ്റ്റം. സോ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, 1ഉം 2ഉം ശരിയാണ്. അടുത്തത്, താഴെ പറയുന്ന സംഭവങ്ങളെ കാലഗണന പ്രകാരം ക്രമീകരിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കേരള ഹിസ്റ്ററി വഴി കൃത്യമായിട്ട് ഒന്ന് പഠിക്കാനുണ്ട്. ചാന്നാർ ലഹള ആയിക്കോട്ടെ, വൈക്കം സത്യാഗ്രഹം ആയിക്കോട്ടെ, പാലിയം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, ഇതെല്ലാം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നെക്സ്റ്റ് ഒരു വീഡിയോയില്, തൊട്ടടുത്ത വീഡിയോയിൽ നമ്മൾ ഇതായിരിക്കും ചർച്ച ചെയ്യാൻ പോകുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. അപ്പൊ ആൻസർ മാത്രം ഞാനങ്ങ് പറയാം. കാലക്രമത്തിൽ എഴുതുമ്പോൾ ഓപ്ഷൻ ബി ആണ്. ചാന്നാർ ലഹള, വൈക്കം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം, ഇതാണ് ഓർഡർ എന്ന് പറയുന്നത്. അടുത്തത്, ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് ആവാദ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. ഇതിപ്പം 2-3 ചോദ്യം പേപ്പറിൽ കണ്ടു ഈ ചോദ്യം. ഓപ്ഷൻ സി, ഡൽഹൌസി പ്രഭു ആണ് അങ്ങനെ പറഞ്ഞത്. 4, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ്. നമ്മള് എക്സ്ട്രീമിസ്റ്റുകളെ പറ്റിയിട്ടും മോഡറേറ്റ്സിനെ പറ്റിയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങളൊന്ന് ഒരു മാസത്തെ വീഡിയോസ് മാത്രം ഒന്ന് നോക്കുക നമ്മുടെ ചാനലിൽ. അതിനകത്ത് ഡിഗ്രിക്കാർക്ക് വേണ്ടിയിട്ട് മാത്രം എടുത്ത് സ്പെസിഫിക് ടോപ്പിക്കുകളുണ്ട്, അത് മാത്രം കാണുക കേട്ടോ. അപ്പം മിതവാദികൾ വിഭാഗത്തിൽ പെടുന്നവര് പെടുന്ന ആള് ആരാണെന്നാണ് ചോദ്യം. ആരാണ്? ഓപ്ഷൻ സി ആണ്, ഗോപാലകൃഷ്ണ ഗോഖലെ. ബാക്കിയെല്ലാം ലാൽ പാൽ ബാൽ അല്ലെ, ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലകൻ, ലാലാ ലജ്പത് റായ് ഒക്കെ എക്സ്ട്രീമിസ്റ്റുകളാണ്. 5, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യ നാമത്തിന്റെ പേരായിരുന്നു ഓപ്പറേഷൻ ബാർബറോസ. 6, നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു നഗരമാണ് കൊൽക്കത്ത നഗരം. ക്വസ്റ്റ്യൻ നമ്പർ 7, ഭൂമധ്യരേഖയിൽ കോറിയോലിസ് ബലം എന്ന് പറയുന്നത് എത്രയാണ്? ഓപ്ഷൻ സി 0 ആണ്. ഭൂമധ്യരേഖ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നടുഭാഗത്ത് കോറിയോലിസ് ബലം 0 ആണ്. കോറിയോലിസ് ബലം അവിടെ ഇല്ല. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺസ്ക്രിനോണസ് ഉപഗ്രഹമാണ് ഏത് എന്ന് പറയുന്നത്? ഓപ്ഷൻ എ, IRS-1A. താഴെ തന്നിരിക്കുന്നതിൽ വേമ്പനാട്ട് കായലിൽ പതിക്കാത്ത നദിയാണ്? ഓപ്ഷൻ ഡി ആണ്, ഭാരതപ്പുഴ. ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണം പ്ലേറ്റ് ടെക്ടോണിക്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിച്ചിട്ട് പോവുക. ഫലകത്തിന്റെ ചലനം, അതായത് പ്ലേറ്റ്സ് തമ്മിൽ അനങ്ങുന്നതിനുള്ള കാരണം ഓപ്ഷൻ എ ആണ്, ഭൂമിയുടെ ഉൾഭാഗത്തു നിന്നുള്ള സംവഹന പ്രവാഹമാണ്. സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണമാകുന്ന പ്രതിഭാസമാണ് എൽ നിനോ പ്രതിഭാസം. 12, കാറ്റിൽ നിന്നും ഊർജം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. 13, കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ആദായകരമായി വില ഉറപ്പാക്കുക ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതിയാണ്? ഓപ്ഷൻ ഡി, PM ആശാ യോജന. ഹരിത വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ബഫർ സ്റ്റോക്ക് സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുവാൻ ഗവൺമെന്റിന് സാധിച്ചു. പാവപ്പെട്ടവർക്ക് ഗുണകരമായ വിധത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ഏതൊക്കെയാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ ബി, എല്ലാം ശരിയാണ്. നിങ്ങൾ ജസ്റ്റ് ഹരിത വിപ്ലവത്തിന്റെ ഇതിന്റെ എല്ലാം ഉൾപ്പെടുത്തിയ ഡീറ്റെയിൽഡ് ക്ലാസ് വേണമെങ്കിൽ നമ്മുടെ ഗ്രീൻ റവല്യൂഷൻ തത്വ എന്നൊന്ന് സെർച്ച് ചെയ്താൽ മതി. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് വേർഷൻ എടുത്തിട്ടുണ്ട്, കാണാം. അടുത്തത്, ആദ്യത്തെ 50 വർഷ കാലയളവിലെ പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ്. അതായത് 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ 5ാം പഞ്ചവത്സര പദ്ധതി വരെ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിന്റെ വിഹിതത്തിൽ വർധനവുണ്ടായി. 6 മുതൽ 8 വരെയുള്ള പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിന്റെ വിഹിതം കുറഞ്ഞു. ഇതാണ് ശരി. അടുത്ത 16, 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ലയാണ്? ഓപ്ഷൻ ഡി, വയനാട്. 1991 പുതിയ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായുള്ള വ്യാപാര നയപരിഷ്കാരങ്ങൾ ലക്ഷ്യം വെച്ചത് എന്തായിരുന്നു? ഓപ്ഷൻ ഡി ആണ്,
ഇറക്കുമതിയിലും കയറ്റുമതിയിലുള്ള അളവ് നിയന്ത്രണങ്ങൾ പൊളിച്ചെഴുതി, താരിഫിന്റെ നിരക്ക് കുറച്ചു, ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടികൾ ഒഴിവാക്കി. +1 ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് നമ്മൾ പുത്തൻ സാമ്പത്തിക നയങ്ങൾ NCERT ട്രെൻഡിങ് പോയിന്റ്സ് അല്ലെങ്കിൽ ട്രെൻഡിങ് ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, 2 വീഡിയോസ് ആയിട്ട്. അത് കണ്ടിട്ട് പരീക്ഷയ്ക്ക് പോവുക, ഫുൾ മാർക്ക് ഒക്കെ കിട്ടും കേട്ടോ. അതിൽ നിന്ന് എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും. 18 താഴെ പറയുന്നവയിൽ കൽക്കരിയുടെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന. ഉരുക്കു വ്യവസായത്തിനും വൈദ്യുതി ഉൽപാദനത്തിനും വേണ്ടിയുള്ള കൽക്കരിയുടെ ആവശ്യം കൂടി വരുന്നു. വൈദ്യുതീകരണം വർദ്ധിച്ചതോടെ റെയിൽവേയുടെ കൽക്കരി ഉപഭോഗം കുറഞ്ഞു. കൽക്കരിയുടെ ആവശ്യം വിതരണത്തെക്കാൾ കുറവാണ്. ഇതിനകത്ത് ഏതാണ് ശരിയല്ലാത്തത്, തെറ്റായത്? ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. 3 മാത്രം, ഇത് മാത്രം തെറ്റ്. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ്, പെടാത്തതാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. സവിശേഷതയിൽ പെടാത്തത് ആദ്യത്തെ ലിഖിത ഭരണഘടന അല്ല, ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ആണ്. ഭരണഘടന എഴുതി പൂർത്തിയാക്കാൻ 3 വർഷം, തെറ്റാണ്. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 8 പട്ടിക, തെറ്റാണ്. സോ ഇത് മാത്രം ശരി. അടുത്ത 20 ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതി സമത്വ മത നിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യാനും. ഇങ്ങനെ ആരംഭിക്കുന്ന ഭരണഘടനയുടെ ഏത് സവിശേഷതയാണ്? ഓപ്ഷൻ ഡി ആണ്, ആമുഖമാണ്. അടുത്ത ചേരുംപടി ചേർക്കാനാണ്. ഇവിടെ നമ്മൾക്ക് ഓരോന്നുമായി ബന്ധപ്പെട്ടത് കൊടുത്തിട്ടുണ്ട്. ചേരുംപടി ചേർത്ത് എഴുതുമ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ്, ബാലവേല നിരോധനം വകുപ്പ് 24 സ്വത്ത് അവകാശം 300A മാറ്റി. അടുത്തത് അവസര സമത്വം എന്ന് പറയുന്നത് വകുപ്പ് ആർട്ടിക്കിൾ 16 ആണ്. വിദ്യാഭ്യാസ മൗലികാവകാശം ആർട്ടിക്കിൾ 21A. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി. ഏകീകൃത നിയമ സംവിധാനം, മൗലിക കടമ, ഹൈക്കോടതിയുടെ റിട്ട് അധികാരം, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ്. ആർട്ടിക്കിൾസിനകത്ത് തെറ്റ് ഏതാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ്, മൗലിക കടമയാണ് തെറ്റ്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് തെറ്റ് കേട്ടോ. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 23 ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തത്. ഇവിടെ നമ്മുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ച് സിയും ഡിയും ആണ്. പക്ഷെ ഇവിടെ ഉത്തരവ് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം അവർക്കുണ്ട്. പിന്നെ കേന്ദ്രവും അതുപോലെ എന്താണ് അപ്പീൽ അധികാരം എന്ന് പറയുന്നതും ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അപ്പീൽ അധികാരം, ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം തനത് അധികാരത്തിൽ പെടാത്തതെന്നാണ്. അതെനിക്ക് ഇച്ചിരി സംശയമുണ്ട്, അത് രണ്ടും അവർക്കുള്ളതാണ്. സോ അത് ഞാനങ്ങ് വിടുകയാണ്. 24 യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ്, പൊതുജനാരോഗ്യം. തുറമുഖം, ഹൈവേ, റെയിൽവേ ഉൾപ്പെടും. അടുത്തത് മന്ത്രിമാരുടെ കൗൺസിലിന്റെ വലിപ്പം അംഗങ്ങളുടെ 15% ആയി പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതിയാണ് 91. ചേരുംപടി ചേർക്കാനാണ്. നമ്മുടെ പഞ്ചായത്തി രാജുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇതിനകത്ത് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ്. അതായത് PK തുങ്കൻ കമ്മിറ്റി വർഷം പഠിച്ചിട്ട് പോവാ 89. ബൽവന്തറായ മേത്ത കമ്മിറ്റി എല്ലാം പഠിച്ചിട്ട് പോണേ 57. അശോക് മേത്ത കമ്മിറ്റി 86. LM സിംഗ്വി കമ്മിറ്റി 77. അടുത്തത് കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരാത്ത സർക്കാർ പ്രസ്ഥാനം ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഇവ ഒന്നുമല്ല, എല്ലാം വരും. ശുചിത്വ മിഷൻ, കില വരും, കുടുംബശ്രീ, ഇൻഫർമേഷൻ, കേരള മിഷൻ. അടുത്തത് ഏത് MLA കൊടുത്തിട്ടുണ്ട്? നിയോജക മണ്ഡലം. കറക്റ്റ് ആയിട്ട് എഴുതാനാണ്. ഇതിനകത്ത് ഏതാണ് തെറ്റായി സൂചിപ്പിച്ചിരിക്കുന്നതെന്നാണ്. ഓപ്ഷൻ ഡി, എല്ലാം തെറ്റാണ്. ഇതെല്ലാം തെറ്റാണ്. അടുത്തത് നാരി ശക്തി വന്ദൻ അധിനിയം 106 ഭരണഘടനാ ഭേദഗതി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് എടുത്തിട്ടുണ്ട്, കാണുക. ഇത് പാസ്സാക്കിയ ദിനമാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ സി 2023 സെപ്റ്റംബർ 20. ഇന്ത്യൻ നിയമനിർമ്മാണ പ്രക്രിയയുടെ ഘട്ടം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ ഒരു ഓർഡറിൽ എഴുതണം. ഓപ്ഷൻ എ ആണ്. 1ാമത് വായിക്കും, 2ാമത് വായിക്കും, അതിനുശേഷം എന്താ സംഭവിക്കുന്നത്? 1 വായിക്കും, അത് വെച്ചിട്ട് 2 വായിക്കും, 3ാമത്തത് കമ്മിറ്റി കൂടും, അതിനുശേഷം റിപ്പോർട്ടിംഗ് ഘട്ടം, ഏറ്റവും അവസാനം 3ാം വായന. ഓപ്ഷൻ എ ആണ്. അടുത്ത താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ ബി ആണ് കേട്ടോ. ഹേബിയസ് കോർപ്പസ്, അതായത് ശരീരം ഹാജരാക്കുക. അതുപോലെ മാൻഡമസ്, ഞങ്ങൾ ആജ്ഞാപിക്കുന്നു. കോവാറന്റോ, എന്ത് അധികാരത്തിൽ. ഇത് 3ഉം ശരിയാണ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് GK പോർഷനിൽ നിന്ന് പഠിക്കാനുള്ളത്. നിങ്ങൾ ഈ ഒരു മേഖല മനസ്സിലാക്കി പഠിക്കുക. ഞാൻ പറഞ്ഞു ഈ ഒരു ചാന്നാർ ലഹള ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇവിടെ ശ്രീധര മേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് നെക്സ്റ്റ് വീഡിയോ അതായിരിക്കുമേ. തൊട്ട് താഴോട്ട് ചാന്നാർ ലഹള തൊട്ടിട്ട് ഇങ്ങോട്ട് താഴോട്ട് വരുമ്പോൾ മിഷണറിമാരുടെ കാര്യങ്ങള്, അതിനുശേഷം ഇങ്ങോട്ട് വരുന്ന സമയത്ത് വൈകുണ്ഠസ്വാമിയൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ കാണാം. അയിത്തോച്ചാടന പ്രസ്ഥാനം, വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശനം, അതിനുശേഷം അയ്യങ്കാളി കഴിഞ്ഞിട്ട് പാലിയം സത്യാഗ്രഹം. ഇതൊക്കെ വക്കം അബ്ദുൽ ഖാദർ മൗലവി ഒക്കെ കിടപ്പുണ്ട്. അപ്പൊ ഈ രീതിയിൽ വായിക്കുക ടെക്സ്റ്റ് ഉള്ളവര്. അടുത്ത ക്ലാസ്സിൽ ഞാനത് ഡീറ്റെയിൽഡ് ആയിട്ട് വീഡിയോ എടുത്തു തരാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതിന് വരെ